നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ 1973 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1744 പേർ രോഗമുക്തരായപ്പോൾ 2 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,02,068 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 5,06,745 പേർക്കാണ് രാജ്യത്ത് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 4,88,664 പേരും ഇതിനോടകം രോഗമുക്തരായി. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,459 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,62,766 ഉയർന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.60% കുറഞ്ഞു. വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്ന 11 പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 1,493 ഉയർന്നു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.55%. 1,414 പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത്. ഇതോടെ രാജ്യത്ത് ആകെ 2,40,724 പേർ കോവിഡ് മുക്തരായി. 15,449 ആക്റ്റീവ് കോവിഡ് കേസുകളും തീവ്രപരിചരണത്തിൽ 229 പേർ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ 1,055 പേർക്ക് കൂടി ഇന്നലെ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 1,086 പേർക്ക് രോഗം ഭേദമായി. 7 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന രോഗമുക്തിയാണിത്. മാത്രമല്ല, വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ 9,776 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 1,186 പേർ അത്യാസന്ന നിലയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. റിയാദിൽ ഒരു തിരുവനന്തപുരം സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചതുൾപ്പെടെ ഇന്ന് 11 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 6,869 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിലെ കോവിഡ് ബാധിതരിൽ 60% വിദേശികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തീവ്രപരിചരണ വാർഡുകളിൽ 36.8% നിറഞ്ഞു. ഒരാഴ്ച മുമ്പ് ഇത് 33.3%. ഒരാഴ്ചയ്ക്കിടെ 3.5% വർധനവാണ് രേഖപ്പെടുത്തിയത്. കേസുകളുടെയും തീവ്രപരിചരണ വിഭാഗത്തിലുണ്ടാകുന്ന വർധന ആഗോള ശരാശരിക്ക് ഒപ്പമാണ്. എന്നാലും സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ജാഗ്രത ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. മാർച്ച് പകുതി മുതൽ സ്ഥിരത കൈവരിച്ച പുതിയ കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം ശക്തമായതോടെ ഗൾഫ് രാജ്യങ്ങളടക്കം വിദേശ രാജ്യങ്ങൾ ആകാശവാതിലുകൾ അടച്ചതോടെ പ്രവാസികൾ വലയുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് വിദേശയാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തവർ നിരവധിയാണ്. ഉടൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലുള്ളവരും ഒട്ടനവധിയുണ്ട്. പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലത്ത് കുട്ടികളെ ഗൾഫിലെത്തിക്കാൻ തയ്യാറെടുത്ത രക്ഷിതാക്കളുമുണ്ട്. വ്യാഴാഴ്ച രാവിലെ മുതൽ വിമാനവിലക്കിന്റെ സൂചനയുണ്ടായിരുന്നു. 24 മുതൽ വിമാനം റദ്ദാക്കിയതായി UAE-യിലെ എയർലൈനുകൾ അറിയിച്ചു. യാത്രക്കാർക്ക് ഇമെയിലുകൾ അയച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇതിനോടകം തന്നെ വ്യാപിച്ചു. വൈകിട്ടോടെയാണ് ദേശീയ ദുരന്ത നിവാരണ സമിതി ഔദ്യോഗികമായി വിലക്ക് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ കോവിഷീൽഡ് വാക്സിന് അംഗീകാരം നൽകി ഖത്തർ. കോവിഷീൽഡ് വാക്സിന് ഖത്തർ അധികൃതർ അംഗീകാരം നൽകിയതായി ദോഹയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യയുടെ കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ഇനി മുതൽ ഖത്തറിൽ ക്വാറന്റീൻ ഇല്ല. വാക്സിന്റെ 2ാം ഡോസ് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഖത്തറിൽ എത്തുന്നവർക്കാണ് പുതിയ ഇളവ്. വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഖത്തറിനകത്ത് യാത്ര ചെയ്യുമ്പോഴും എവിടെ പോയാലും സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടായിരിക്കണം. ഏപ്രിൽ 25 മുതലാണ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരിക. ക്വാറന്റൈൻ ആവശ്യമില്ലാത്ത രാജ്യങ്ങളുടെ ഗ്രീൻ പട്ടിക പരിഷ്കരിച്ച് അബുദാബി. സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പാണ് ഗ്രീൻ പട്ടിക പരിഷ്കരിച്ചത്. ഇതുപ്രകാരം 23 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ഏപ്രിൽ 25 മുതൽ ക്വാറന്റൈൻ ആവശ്യമില്ലാതെ അബുദാബിയിലേക്ക് പ്രവേശിക്കാം. ക്യൂബ, ജപ്പാൻ, പോർച്ചുഗൽ, റഷ്യ, സ്വിറ്റ്സർലാൻഡ്, തായ്വാൻ, തജിക്കിസ്ഥാൻ, UK, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 9 രാജ്യങ്ങളെ ഗ്രീൻ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അബുദാബിയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ്, എത്തിച്ചേർന്ന ദിവസം, അതിന് 4-8 ദിവസങ്ങൾക്ക് ശേഷമുള്ള കോവിഡ് പരിശോധന എന്നിവയെല്ലാം യാത്രക്കാർ നടത്തേണ്ടതാണ്. ഇന്നലെ അബുദാബി നഗരത്തിൽ നിന്നും 230 കിലോമീറ്റർ അകലെ ഹലീബിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. ഇതിൽ 2 മലയാളികളും 3 ഇന്ത്യക്കാരുമാണുള്ളത്. കൂട്ടിയിടിച്ച വാഹനങ്ങൾ തമ്മിൽ കത്തിപ്പിടിച്ചാണ് ഇവർ മരിച്ചത്. കാറിന്റെ ഡ്രൈവറായിരുന്ന മലപ്പുറം ചങ്ങരംകുളം മൂക്കുതല നരണിപ്പുഴ സ്വദേശി
മടത്തിൽ ബാപ്പു ഹാജിയുടെ മകൻ ഇബ്രാഹിം, പാലക്കാട് ചാലിശ്ശേരി സ്വദേശി സീനിയർ കമ്മീഷനിംഗ് എഞ്ചിനീയർ രാജു ചീരൻ സാമുവൽ എന്നിവരാണ് മരിച്ച മലയാളികൾ. ഗുജറാത്ത് സ്വദേശി കമ്മീഷനിംഗ് എഞ്ചിനീയർ പങ്കിൽ പട്ടേൽ കൂടാതെ വനിതയടക്കം മരിച്ച മറ്റു രണ്ടുപേരും സ്വദേശികളാണ്. മഹാവീർ ജയന്തി പ്രമാണിച്ച് ഏപ്രിൽ 25 ഞായറാഴ്ച മസ്കറ്റിലെ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കില്ല. അടിയന്തര ആവശ്യങ്ങൾക്ക് കോൺസുലേറ്റിന്റെ 98822270 എന്ന നമ്പറിലോ കമ്മ്യൂണിറ്റി വെൽഫെയറിന്റെ 80071234 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ കുവൈറ്റ് യാത്രാ നിരോധനം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് കൈത്താങ്ങുമായി ഇന്ത്യൻ എംബസി യാത്രാവിലക്ക് പ്രഖ്യാപിച്ചതോടെ നാട്ടിൽ കുടുങ്ങിപ്പോയ പ്രവാസികളുടെ വിവരങ്ങളാണ് ഇന്ത്യൻ എംബസി ശേഖരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് കുവൈറ്റ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രവാസികൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നത് മുന്നിൽ കണ്ടാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. സൗദിയിലെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ കോവിഡ് പരിശോധന ശക്തമാക്കി. കൊറോണ മുൻകരുതൽ നടപടികൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. സ്ക്രീനിംഗ് കേന്ദ്രങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. തവൽക്കന ആപ്പിലൂടെ താപനില അളക്കുന്നതിനും ആരോഗ്യനില പരിശോധിക്കുന്നതിനുമായാണ് സ്ക്രീനിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഓരോ കേന്ദ്രങ്ങളിലും ഒരു പ്രോട്ടോകോൾ ഓഫീസറെയും 250-ലധികം നിരീക്ഷകരെയും നിയോഗിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇതുകൂടാതെ ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്നുകൊണ്ട് കോവിഡ് വ്യാപിക്കാതിരിക്കാൻ എല്ലാ വിമാനത്താവളങ്ങളിലും പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാനും അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.